ഹലോ ഗൈസ്, നമുക്കിന്നൊരു എഗ് ചീസി സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി 2 മുട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് തക്കാളി സവാളയും ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അതിലോട്ട് നമുക്ക് 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ചീസ് യൂസ് ചെയ്യുന്നുണ്ട്. മിൽക്കി മിസ്റ്റിൻ്റെ ഈ ചീസ് ഷീറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മുട്ടയെല്ലാം നല്ലോണം ഉപ്പും കൂടെ പിടിക്കാൻ വേണ്ടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് 4 ബ്രെഡ് സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഓംലെറ്റ് മിക്സ് ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഒഴിച്ചപ്പോഴത്തേക്ക് തക്കാളിയും സവാളയെല്ലാം ഒരു സൈഡിലോട്ടായിപ്പോയി. അത് നടുക്കോട്ടാണ് വരേണ്ടത്. ഇത് ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സ്ക്വയർ സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഒരു സൈഡ് മാത്രമേ എന്തായാലും എഗ്ഗ് ഈ ഓംലെറ്റ് വേവിക്കുന്നുള്ളൂ. എനിക്ക് ഒരു സൈഡ് വേവിക്കാതിരിക്കുന്നതിനാണ് ഇഷ്ടം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡിയായി. നമ്മൾ 4 സൈഡും കട്ട് ചെയ്ത് ഒരു ചതുര ഷേപ്പിലാക്കിയിട്ട് അതിനെ പിന്നെ 2 പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെഡിൻ്റെ അളവിന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്, ബ്രെഡിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ വേണ്ടി. എന്നിട്ടൊരു പാനിലോട്ട് ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിൻ്റെ നടുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓംലെറ്റ് വയ്ക്കുക. അത് ജസ്റ്റ് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുമെങ്കിൽ ആ ഷേപ്പിന് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അത് പുറത്തോട്ട് ബാക്കി ഭാഗം കിടക്കുന്നതുകൊണ്ടാണ് ബാക്കി കട്ട് ചെയ്ത് മാറ്റുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് ഷീറ്റും കൂടെ വെച്ച് കൊടുക്കുക. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് ഷീറ്റ് വെച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. വലിഞ്ഞ് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. നമുക്ക് 2 സൈഡും 4 ബ്രെഡിലും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ചീസ് അതിലോട്ട് മെൽറ്റായിട്ട് ഇറങ്ങുന്നുണ്ടാവും. ചൂടടിക്കുമ്പോഴേക്കും അതിലോട്ട് മെൽറ്റായിട്ട് ഓംലെറ്റിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ ബാക്കി വന്ന ബ്രെഡിൽ അത് ഞാൻ വരച്ച് വയ്ക്കുമ്പോഴത്തേക്കും വലിഞ്ഞില്ല കേട്ടോ. ബാക്കി വന്ന ബ്രെഡിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ വെച്ച് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മുട്ടയും കൂടെ വന്നായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.